ഞാനൊരു ചിക്കൻ ചീസ് റോൾസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണേ നമുക്ക് വേഗം നോക്കാം. ഞാനിവിടെ ഒരു വലിയ സവാള എടുത്തിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 3 അല്ലി വെളുത്തുള്ളി അരിഞ്ഞു വെച്ചിരിക്കണം. അതേപോലെ മല്ലിയില, പച്ചമുളക്. ഇതിൻ്റെ കൂടെ ചിക്കനായിട്ട് ഞാനിവിടെ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ കേട്ടോ, ഉപ്പും കുരുമുളകും മാത്രം ഇട്ട് വെച്ച് വേവിച്ച് ചിക്കൻ ഷ്രെഡ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനൊരു 1.5 ടീസ്പൂൺ ഓയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് വെളിച്ചെണ്ണയല്ല, നമ്മുടെ സാധാരണ സൺഫ്ലവർ ഓയിൽ. അതിലേക്ക് നമ്മുടെ സവാള ഇട്ട് സവാള അത്യാവശ്യം നന്നായിട്ടൊന്ന് വഴണ്ട് വരണം. ഉപ്പിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ സവാള പെട്ടെന്ന് വാടി വരും കേട്ടോ. അപ്പോൾ സവാള ഒന്ന് വാടി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമ്മുടെ ചിക്കൻ ഇടണം. ഞാനിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഷ്രെഡ് ചെയ്തതാണ്. അത് കൈകൊണ്ട് പിച്ചിയെടുത്ത ചിക്കനാണ്. മിക്സിയിലിട്ട് ഗ്രൈൻഡ് ചെയ്യണ്ട കേട്ടോ, കാരണം അത് ഒരുപാട് ഗ്രൈൻഡായി പോയി കഴിഞ്ഞാൽ നന്നാവില്ല. അപ്പോൾ ചിക്കനും ഓണിയനൊക്കെ ആവശ്യത്തിന് നല്ല പോലെ മിക്സായി ബ്ലെൻഡായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി ജിഞ്ചർ ഗാർലിക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതും അതേപോലെ തന്നെ ഗ്രീൻ ചില്ലീസ് അരിഞ്ഞ് വെച്ചിരിക്കുന്നതും പച്ചമുളകും ചേർത്ത് അത് നന്നായിട്ട് മിക്സ് ആവട്ടെ. ഇതിൽ നമ്മൾ ഒരുപാട് മസാലപ്പൊടികളൊന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ, കാരണം എന്താ വെച്ചാൽ ലൈറ്റായിട്ടൊരു മസാല മാത്രമേ നമ്മൾ ഉള്ളിൽ വയ്ക്കുന്ന മസാലയ്ക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ ഉപ്പ് നമ്മൾ ഓൾറെഡി ചേർത്തു സവാള വഴറ്റി വരുന്ന സമയം. ഇനി ഇതിലേക്ക് നമ്മുടെ മസാലപ്പൊടികളായിട്ട് കുറച്ചായിട്ട് ചേർക്കാം. ഒരുപാടൊന്നും ചേർക്കണ്ട. 1 ടീസ്പൂൺ മുളക് പൊടി, അതേപോലെ തന്നെ ഒരു 3/4 ടീസ്പൂൺ ഗരം മസാല. ഇത്രയേ ഉള്ളൂ നമ്മുടെ മസാല പൗഡേഴ്സ് എന്ന് പറയാനായിട്ട്. ഇത് നന്നായിട്ടൊന്ന് കുക്കായി വരണം. അതായത് അതിൻ്റെ പച്ചമണമൊക്കെ ഇല്ലേ, അതൊക്കെ ഒന്ന് പോയി കഴിഞ്ഞാൽ നമ്മുടെ കൊറിയാണ്ടർ ലീവ്സ്, അതായത് മല്ലിയില നമുക്ക് അതിലേക്ക് ഇടാം. മല്ലിയില ഇട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ തീ ഓഫ് ചെയ്തോളൂ. ഇതങ്ങനെ വേവാനൊന്നും നമുക്ക് നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ, പെട്ടെന്നായിക്കോളും. ഇതായത് ഞാനിപ്പം തന്നെ ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. നമ്മുടെ ഫില്ലിങ് റെഡിയായ സ്ഥിതിക്ക് നമുക്കിനി ഔട്ടർ കവറിങ്ങിനായിട്ട് എന്താ വേണ്ടതെന്ന് നോക്കാം കേട്ടോ. അപ്പം ഞാനിവിടെ ബ്രെഡ് എടുത്തിട്ടുണ്ട്, മൈദ എടുത്തിട്ടുണ്ട്, ചീസ് എടുത്തിട്ടുണ്ട്. അപ്പം മൈദ ഞാൻ വെള്ളം ചേർത്തിട്ട് അത്യാവശ്യം ഒരുപാട് കട്ടി വേണ്ട, ഒരു ലൂസ് കൺസിസ്റ്റൻസിയിൽ മാവ് പോലെ ആക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് നമുക്ക് ബ്രെഡ് ക്രംസ് വെച്ച് റോൾ ചെയ്യാനും ആവശ്യമാണ്, അതേപോലെ ബ്രെഡ് ഒട്ടിച്ച് വെക്കാനും ആവശ്യമാണ്. അടുത്തായിട്ടൊരു ബ്രെഡ് എടുക്കുക അല്ലേ, ആ ചപ്പാത്തി കോല് വെച്ചിട്ട് ഒന്ന് പരത്തി കൊടുക്കുക. ഒരുപാട് പരത്തരുത് കേട്ടോ, ഒരുപാട് പരത്തിയത് പെട്ടെന്ന് പൊട്ടിപ്പോകും. അപ്പോൾ ലൈറ്റായിട്ടൊന്ന് പരത്തി കൊടുത്താൽ മതി. പരത്തി കൊടുത്തതിന് ശേഷം അതിൻ്റെ ഏത് സൈഡിൽ വെച്ചിട്ടാണ് ഒട്ടിക്കാൻ പോണേ ആ സൈഡിൽ ഞാൻ ജസ്റ്റ് ആ മൈദ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തു. ഇതിലേക്ക് ഞാനിനി ചീസ് ഷീറ്റാണ് യൂസ് ചെയ്യണേ. നിങ്ങൾക്ക് ഏത് ചീസ് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. ചീസ് വെച്ചു. അതേപോലെ 1 ടീസ്പൂൺ നമ്മുടെ ഫില്ലിംഗ് മസാല വെച്ച് കൊടുത്തു. ഒരുപാട് മസാല ആയിക്കഴിഞ്ഞാൽ അത് പെട്ടെന്ന് പൊട്ടിപ്പോവും. എന്നിട്ട് ജസ്റ്റ് ഇതിങ്ങനെ ഒന്ന് റോൾ ചെയ്ത് കൊടുത്ത് സൈഡും മോൾ ഭാഗവും പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നമുക്ക് എന്താ വേണ്ടതെന്ന് അറിയോ? മൈദ അവിടെ എടുത്ത് വെച്ചിട്ടില്ലേ, ആ മൈദയിൽ ഫുള്ളായിട്ട് ഡിപ്പ് ചെയ്യുക. എന്നിട്ട് ബ്രെഡ് ക്രംസിൽ ഒന്ന് റോൾ ചെയ്യുക. ഇനി നമുക്ക് ഇത് ഓയിലിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഡീപ്പ് ഫ്രൈ ചെയ്യാനായിട്ട് ഒരുപാട് എണ്ണ ഒഴിക്കണം എന്നില്ല, 2 സൈഡ് മറച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കണ പോലെ എടുത്താലും മതി കേട്ടോ. അപ്പം ഞാനൊരു ഹാഫ് ആയിട്ട് കവർ ചെയ്യണ പോലെ ഞാൻ ഓയിൽ ഒഴിച്ചിട്ടുള്ളൂ. സാധാരണ നമ്മുടെ സൺഫ്ലവർ ഓയിൽ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സോ ഇതിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഫ്രൈ ചെയ്യുമ്പോൾ 2 സൈഡും ഗോൾഡൻ ബ്രൗൺ കളർ ആയാൽ മതി. ബ്രെഡ് ആയ കാരണം പെട്ടെന്ന് ഫ്രൈ ആയി പോവും, കരിഞ്ഞ് ടേസ്റ്റ് വന്നു കഴിഞ്ഞാൽ നന്നല്ല കേട്ടോ. അപ്പോൾ ആ ഗോൾഡൻ കളർ വരുമ്പോൾ തന്നെ നമ്മളിത് മാറ്റണം.
ചിക്കൻ ചീസ് റോൾസ് ഇവിടെ ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കളറാട്ടോ നമ്മുടെ ബ്രെഡ് റോളിന് വേണ്ടത്. ഇനി ഞാനിത് ഒന്ന് പാത്രം മാറ്റുകയാണ്, എണ്ണയിൽ നിന്ന് മാറ്റുകയാണ്. ഇത് ബ്രെഡായ കാരണം ഇത്തിരി എണ്ണ കുടിക്കുക. അപ്പോൾ അതൊരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റിയിട്ട് പിന്നീട് നമുക്ക് കഴിക്കാം. കഴിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ആ ചീസും ആ ചിക്കനും എല്ലാം കൂടി ഒരു അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യുക. എപ്പോഴും പറയണ പോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. ബൈ.